കർഷകർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചെറുകിട കർഷകരും വൻകിട കർഷകരും വളരെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുണ്ട്. അപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവരുടെ ആശങ്കകൾ എന്താണ്? അതേമാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് ഈ കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ അതിനൊരു ഇൻഷുറൻസ് പദ്ധതി അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ പതുക്കെ പുറത്തേക്ക് വിടും. അപ്പം 30 രൂപയ്ക്ക് ശേഖരിച്ചു വെച്ചിട്ടുള്ള ഏത്തക്കായ ഒരു പക്ഷേ മാർക്കറ്റിലെത്തുന്ന 1 കിലോയ്ക്ക് 100 രൂപയ്ക്കായിരിക്കും. നമസ്കാരം. കേരളം മാർക്ക് വിധി എഴുതിയെന്ന് അറിയാൻ ഇനി ഒരു രാത്രിയോട് കാത്തിരുന്നാൽ മതി. ഇത്തവണ മത്സരം നല്ല ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആര് ജയിക്കുമെന്ന് ഏകപക്ഷീയമായ ഒരു സാധനം നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. ഭരണത്തിൽ വരുന്നതും ആരും ആയിക്കോട്ടെ, ഒരു സൈഡിൽ അത് അനുഭവിക്കാതിരിക്കുന്നത് നമ്മളടങ്ങുന്ന ജനമാണ്. നമ്മുടെ വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അത് ആര് ഭരണത്തിൽ വന്നാലും അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ ഇനി വരുന്ന കുറച്ച് കാലത്തേക്ക് കേരള ജനതയെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിപ്പോൾ ഭരണത്തിൽ ഏത് മുന്നണി വന്നാലും ഏത് പാർട്ടി വന്നാലും ആര് മുഖ്യമന്ത്രി ആയാലും ഏതൊക്കെ കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വിഷയം ഒരു 5-6 എപ്പിസോഡായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കേരളത്തിൽ ഇപ്പോൾ കാർഷികമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, വ്യവസായമായിക്കൊള്ളട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പുതിയ വരുമാന സ്രോതസ്സുകൾ, ഇങ്ങനെ ഒരുപാട് വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയിലെ എങ്ങനെ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ്. കർഷകരും കർഷക തൊഴിലാളികളും. കർഷകർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അതായത് ചെറുകിട കർഷകരും വൻകിട കർഷകരും വളരെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുണ്ട്. അപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവരുടെ ആശങ്കകൾ എന്താണ്? ഏതൊരു കർഷകന്റെയും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളനാശം സംഭവിക്കുന്ന അവസ്ഥയാണ്. അതായത് മഴക്കെടുതിയിലും മറ്റുമൊക്കെ പെട്ടിട്ട് വിളനാശം സംഭവിച്ചു പോവുക, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽപ്പെട്ട് വിള നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു ആശങ്ക ഭയാനകമായിട്ട് തന്നെ കർഷകരുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഈ കർഷകരുടെ ഈ വിളനാശം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് കോൺഗ്രസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതേമാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് ഈ കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ അതിനൊരു ഇൻഷുറൻസ് പദ്ധതി അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഇതിനെയൊക്കെ വീണ്ടും ഇൻഷുറൻസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് എത്ര ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ കാർഷിക വിളനാശത്തിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊക്കെ ഈ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനത്തിനുള്ള ചില മാനദണ്ഡങ്ങളാക്കി തന്നെ വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പല ഇൻഷുറൻസ് കമ്പനികളും കൊള്ളലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കൊള്ളലാഭത്തിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കാർഷിക വിളകളുടെ നാശനഷ്ടത്തിന്റെ ഇൻഷുറൻസിനും കൂടി മാറേണ്ടതായിട്ടുണ്ട്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നതിലേ സാധ്യമാവുള്ളൂ. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ അത് കേന്ദ്ര സർക്കാർ നിയമമാക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന് അങ്ങനത്തെ ഒരു നിയമ ഭേദഗതി കേന്ദ്ര ഗവൺമെന്റിനോട് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. വിളനാശം സംഭവിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന സർക്കാർ ഏതുമായിക്കൊള്ളട്ടെ, ഇടത് സർക്കാർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വലത് സർക്കാർ ആയിക്കൊള്ളട്ടെ, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് മാന്യമായിട്ടുള്ള വില ലഭിക്കാത്തൊരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഒരു വർഷം ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഈ ലോറി, ഈ ചെറിയ മിനി ലോറികളിലും പെട്ടി ഓട്ടോറിക്ഷകളിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് കാണാം 5 കിലോ പൈനാപ്പിൾ 100 രൂപ, അല്ലെങ്കിൽ 3 കിലോ ഏത്തപ്പഴം 50 രൂപ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ 100 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം തന്നെ സർക്കാർ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കർഷകന് തൻ്റെ ഉൽപ്പന്നങ്ങൾ, അതായത് 1 കിലോ ഏത്തപ്പഴം ഏറ്റവും കുറഞ്ഞത് 50 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ അവരത് ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം ഇത് ഒരുപാട് കർഷകരുമായിട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്.
അപ്പോൾ ഒരു കിലോ ഏത്തപ്പഴത്തിന് അല്ലെങ്കിൽ ഏത്തക്കായ്ക്ക് അല്ലെങ്കിൽ പഴം ഏതും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതും ആയിക്കൊള്ളട്ടെ, ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ ഒരു ഏത്തക്കായ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിനൊരു മിനിമം ഒരു 50 രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിച്ചാൽ മാത്രമേ കർഷകന് ഇത് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. താങ്ങുവില പോലത്തെ കാര്യങ്ങൾ, താങ്ങുവില പ്രഖ്യാപിക്കേണ്ട ഉൽപ്പന്നങ്ങളെ വിളകളെ കണ്ടെത്തിയിട്ട് അതിന് കൃത്യമായ താങ്ങുവിലകൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ കർഷകനോട് നിലനിൽപ്പുള്ളൂ. നിലവിൽ ഈ ട്രഡീഷണൽ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ താങ്ങുവിലയുള്ളൂ. യെസ്, തീർച്ചയായും. പുറത്തുള്ള ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വർഷം കർഷകരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇഞ്ചി എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇതും ആയിക്കോട്ടെ, നമ്മുടെ ഏത്തക്ക തന്നെ നമുക്ക് എടുത്തു പോകാം. ഏത്തക്കായ്ക്ക് ഈ വർഷം 100 രൂപ വില ലഭിച്ചു എന്ന് കരുതുക. 100 രൂപ വില ലഭിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വർഷം കർഷകരെ സംബന്ധിച്ചിട്ട് അവൻ ഏത്തക്കായുടെ കൃഷി ചെയ്തു, അവനെ സംബന്ധിച്ചിട്ട് അത് വിൽക്കുന്ന സമയത്ത് അവന് വില കിട്ടിയില്ല. അപ്പോൾ അവൻ ഉൽപ്പാദനം കുറയ്ക്കും. അങ്ങനെ ഉൽപ്പാദനം കുറയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഈ വളരെ വില കുറഞ്ഞ് തന്നെ ഈ സാധനങ്ങളെല്ലാം ബൈ ചെയ്തതിന് ശേഷം അവർ വലിയ കോൾഡ് സ്റ്റോറേജുകളിൽ ഇത് സൂക്ഷിക്കും. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് കർഷകന് വില കിട്ടാത്തൊരവസ്ഥ വരുന്നു. അവൻ എന്ത് കാണിക്കും? അടുത്ത വർഷം കൃഷി ചെയ്യത്തില്ല. അപ്പോൾ അടുത്ത വർഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർഷകൻ്റെ ഉൽപ്പാദനം കുറയുന്നതോടുകൂടി മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് വർദ്ധിക്കും. മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോർപ്പറേറ്റ് കമ്പനികൾ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ പതുക്കെ പുറത്തേക്ക് വിടും. അപ്പോൾ 30 രൂപയ്ക്ക് ശേഖരിച്ച് വെച്ചിട്ടുള്ള ഏത്തക്കായ ഒരു വർഷം മാർക്കറ്റിലെത്തുന്ന 1 കിലോയ്ക്ക് 100 രൂപയ്ക്കായിരിക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചോളൂ. കാരണം ഒരു വർഷം ഇടവിട്ട് വരുന്ന അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇയറുകളിൽ ഇങ്ങനെയുള്ള കാർഷിക വിളകൾക്ക് എന്തുകൊണ്ട് വില വർദ്ധിക്കുന്നു? അപ്പോൾ ഇങ്ങനെ ഈ വർഷം വില വീണ്ടും കൂടി 100 രൂപ 1 കിലോ ഏത്തക്കായ. ഇത് കാണുന്ന കർഷകൻ വീണ്ടും എന്ത് കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ കൃഷിയിലേക്ക് ഇറങ്ങും. ആ കൃഷിയിലേക്ക് ഇറങ്ങുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകൾ സ്വന്തം സ്ഥലത്തായിരിക്കില്ല കൃഷി ചെയ്യുന്നത്. അവർ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി 5 ഏക്കറും 10 ഏക്കറും 20 ഏക്കറും 2 ഏക്കർ 1 ഏക്കർ 50 സെന്റ് വരെയൊക്കെ ഈ ലീസിന് പാട്ടത്തിനെടുത്തിട്ട്, അപ്പോൾ ആ പാട്ടത്തിന് പൈസ കൊടുക്കണം. അതുകൂടാണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ ഒക്കെ പോയിട്ട് കൃഷിക്ക് ലോൺ എടുക്കും. കൃഷിക്ക് ലോൺ എടുത്ത് ഇവന്റെ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും വില കുറയും. കാരണം ആവശ്യത്തിലധികം സാധനങ്ങൾ മാർക്കറ്റിലേക്ക് വരും. അപ്പോഴത്തേക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോർപ്പറേറ്റുകാർ വന്നിട്ട് കോർപ്പറേറ്റ് ഭീമന്മാർ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും. ഇത് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇവൻ കൃഷി ചെയ്യത്തില്ല. അപ്പോൾ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ഒരു താങ്ങുവില പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട വിളകൾക്കെല്ലാം താങ്ങുവില പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ വിളകളൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾഡ് സ്റ്റോറേജ്. ഈ കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വരണം. പ്രത്യേകിച്ച് ഇപ്പോൾ കിഫ്ബി മാതിരിയുള്ള ഫണ്ട് നമുക്കുള്ളത് കൊണ്ട് തന്നെ, സംസ്ഥാന സർക്കാരിനുള്ളത് കൊണ്ട് തന്നെ, ഈ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ കോൾഡ് സ്റ്റോറേജ് എന്നുള്ള ഫെസിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. കാരണം ഈ കോൾഡ് സ്റ്റോറേജിൽ കർഷകൻ വിളയുമായിട്ട് എത്തുന്ന സമയത്ത് തന്നെ, തൻ്റെ ഉൽപ്പന്നങ്ങളുമായിട്ട് എത്തുന്ന സമയത്ത് തന്നെ അവിടുന്ന് അവന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാകും. അതെങ്ങനെ സാധ്യമാകും? അവിടെയാണ് സഹകരണ സംഘങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത്. സഹകരണ സംഘങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാട്ടിലുള്ള കുറേ ആളുകൾ ചേർന്ന്, അല്ലെങ്കിൽ കർഷകർ തന്നെ ചേർന്ന് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ സഹകരണ സംഘങ്ങൾക്ക് നമ്മുടെ കമ്മോഡിറ്റി ട്രേഡിങ്ങിന്റെ പോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കുറച്ചുകൂടി സജീവമാകണം. ഇത് കുറച്ചുകൂടി സജീവമാണ്. ഇത് 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് വരണം. ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നു. അതിലേക്ക് ആളുകളിൽ നിന്ന് മെമ്പർഷിപ്പും ഫിക്സഡ് ഡിപ്പോസിറ്റും ഒക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ട്രേഡിംഗ് സാധ്യത കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 40-50 രൂപയ്ക്ക് എടുക്കുന്നു, അടുത്ത വർഷം അതിൻ്റെ വില 60-70 രൂപയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം എത്ര പെർസെൻറ്റേജിൻ്റെ വർധനമാണുള്ളത്? 40% അധിക ലാഭം ആർക്ക് കിട്ടുന്നുണ്ട്? ഈ സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ സൊസൈറ്റിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുള്ള ആളുകൾ കൂടി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന ട്രേഡിംഗ് ഉണ്ടല്ലോ, ആ ട്രേഡിങ്ങിൻ്റെ സെയിം പാറ്റേൺ പ്രൊഫഷണൽ ആക്കിയിട്ട് തന്നെ. അപ്പോൾ അത് ട്രേഡിംഗ് പ്രൊഫഷണലാണ് ഞാൻ പറഞ്ഞത്. അത് ഈ എല്ലാ വിഭാഗക്കാർക്കും കൂടി ഈ സഹകരണ സംഘങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു കോൾഡ് സ്റ്റോറേജ് വരുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാകുന്ന ചാമ്പങ്ങ ഈ ചാമ്പങ്ങയ്ക്കൊക്കെ നമ്മൾ കടകളിൽ മേടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് 100 രൂപയാണ് വില. അതേസമയം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്ര കിലോ ചാമ്പങ്ങ ആയിരിക്കും വീണ് പോകുന്നത്? അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കൊക്കെ
വീട്ടമ്മമാർക്കൊക്കെ ഈ കോൾഡ് സ്റ്റോറേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചാമ്പങ്ങ പെറുക്കി ഒരു 5 കിലോ ചാമ്പങ്ങ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ നേരെ അവിടേക്ക് എത്തും. ഒരു വരുമാന മാർഗം കുടുംബത്തിലേക്ക് വരുമല്ലേ. അതുകൂടാതെ തന്നെ ഈ വീടിന് മുറ്റത്ത് നടന്ന പപ്പയ, അതോടൊപ്പം തന്നെ മുരിങ്ങക്കോലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു 700-800 രൂപ വിലയാണ്. പക്ഷേ എല്ലാവരുടെയും മുറ്റത്ത് വെറുതെ ഒരു മുരിങ്ങയുടെ കോലെടുത്ത് നാട്ടി കഴിഞ്ഞാൽ ആ വലുതായി കഴിയുമ്പോഴത്തേക്ക് എന്തോരം മുരിങ്ങക്കായ ഉണ്ടാവുമെന്നറിയോ, ഭയങ്കരമായിട്ടുള്ള ഒരു കായ്ബലം ഉണ്ടാവും. അപ്പോൾ അത് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാന സ്രോതസ്സാണ്. പക്ഷേ ഇതിങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ ഈ റോഡിൽ കൂടി പോകുന്ന സമയത്ത് തന്നെ എത്ര സ്ഥലത്താണ് മാങ്ങ റോഡിൽ വീണ് വെറുതെ കിടക്കുന്നത്. അതേസമയം മാങ്ങയ്ക്ക് എന്താണ് മാർക്കറ്റിൽ വില? 120 രൂപയാണ് മൂവാണ്ടം മാങ്ങയ്ക്ക് തന്നെ വില. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മാങ്ങകൾ ഇങ്ങനെ വീണ് പോകുന്ന നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ വീണു പോകുന്ന മാങ്ങയും ചക്കയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പപ്പയും ഒക്കെ ഇങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവണം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം തൊട്ടടുത്തുള്ള നമ്മുടെ പച്ചക്കറി കട, ആ പച്ചക്കറി കടക്കാരൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അവനത് പരിമിതികളുണ്ട്, അവനെ സംബന്ധിച്ചിട്ട് പരിമിതികളുണ്ട്. അപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ സെന്ററുകൾ വേണമെങ്കിൽ എല്ലാ സ്ഥലത്തും വെക്കാം. അപ്പോൾ അതിലൂടെയൊക്കെ എത്ര ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും. നാട്ടിലെ റിസോഴ്സ് നാട്ടിൽ തന്നെ ഉപയോഗിക്കാം. നാട്ടിലെ റിസോഴ്സ് നാട്ടിൽ തന്നെ. അത് കൂടാതെ തന്നെ ഇതിനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഹോർട്ടികോപ്പിനെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൾഡ് സ്റ്റോറേജിലൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി എക്സ്പോർട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇതേ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു തിങ്കിങ് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഏലം, കുരുമുളക്, റബ്ബർ, ഇങ്ങനെ റബ്ബറിന് ഇപ്പം 250-300 ഒക്കെ വില പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിൽ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് കേരളത്തിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന 2 പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ വിളനാശം. ഈ വിളനാശം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് മഴക്കെടുതി മൂലവും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം മൂലവുമാണ്. അപ്പോൾ ഈ വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. കേന്ദ്രവുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കുറച്ച് വിഷയം, ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് സാധ്യതകളുണ്ടെന്നേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ആന, പന്നി ഇതൊക്കെ എങ്ങനെയാണ് കാടിനകത്ത് വർദ്ധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തണം. ഇതിപ്പോൾ ഈ പന്നികളിൽ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ ആളുകൾ പറയുമ്പോൾ ഇത് കളിയൊക്കെ വരികയോ പന്നിയെ കാട്ടിപ്പെട്ട് അങ്ങനെ വന്ധ്യംകരിക്കുന്നൊക്കെ ചോദിക്കുകയും. പക്ഷേ ഇതൊക്കെ സാധ്യമാണ്. ഞാൻ പറയട്ടെ, നമ്മളുടെ നാട്ടിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പം ഒരു കാർഷിക ഗവേഷണ കേന്ദ്രമൊക്കെ മണ്ണൂത്തിലുണ്ട്. അവർ പുതിയ പുതിയ വിത്തുകൾ കണ്ടുപിടിക്കുക എന്നതിനപ്പുറത്തേക്കൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി അവരുടെ ഒരു ശ്രദ്ധ പതിയേണ്ടതുണ്ട്. കാരണം ഈ വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് വനം വകുപ്പിനൊക്കെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കാനുണ്ട്. അപ്പോൾ കർഷകരെ സംബന്ധിച്ച് അവരുടെ വിളനാശത്തിന് അത് 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് മഴക്കെടുതി മൂലവും പിന്നെ വന്യമൃഗശല്യങ്ങൾ മൂലം ഉണ്ടാകുന്ന വിളനാശം. ഈ 2 വിളനാശങ്ങളിലേക്കും കൃത്യമായിട്ടൊരു ഇൻഷുറൻസ് പദ്ധതിയിലൂടെ അവർക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവരെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ലഭിക്കേണ്ട വിലയാണ്. ആ വില കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിന് എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ആലോചന, ഒരു ഗവേഷണം സംസ്ഥാന സർക്കാർ, വരുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല ഉചിതമായ മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ കീഴിൽ വേണമെങ്കിൽ ഈ കോൾഡ് സ്റ്റോറേജ് പദ്ധതികൾ ആരംഭിക്കാം. ഇത് ആരംഭിച്ചതിന് ശേഷം ഞാൻ പറയട്ടെ, കാരണം എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെ കളക്ഷൻ സെൻ്ററുകൾ കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വീണ് പോകുന്ന പച്ചക്കറികളും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പപ്പയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷപ്പച്ചക്കറി കഴിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ജൈവ പച്ചക്കറികളുടെ എക്സ്പോർട്ട്. ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് കാന്താരി ഉണ്ടാവാറുണ്ട്. ഈ കാന്താരിയിൽ നിന്ന് എന്തോരം കാന്താരി മുളകാണ് താഴെ വീണ് പോകുന്നത്. പുറത്ത് ഇതിൻ്റെയൊക്കെ എത്ര ഡിമാൻഡാണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ ഈ ചക്കയൊക്കെ ഞാൻ പറയുന്നത് ഒരു സീസൺ ഇതാക്കാതെ ഇത് എല്ലാ മാസവും ഈ ചക്ക ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള റിസർച്ചുകൾ വരണം. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൈകോർത്ത് ചെയ്യാവുന്ന സാധനങ്ങൾ അല്ല, നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ആ രീതിയിലേക്ക് കൺവേർട്ട് ആവണം. കാരണം അത് ഈ കൺവേർട്ട് ആയാൽ മാത്രം പോരാ. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഈ 12 മാസവും കായ് തരുന്ന ചക്കയുണ്ട്. പക്ഷെ ഈ പ്ലാന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എത്ര കർഷകർക്ക് ധാരണയുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ
കർഷകരിലേക്ക് എത്തിക്കുകയും വേണം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു സബ്ജക്റ്റാണ്. ഏതൊക്കെയാലും നമ്മളൊരു വലിയൊരു കോൺക്ലേവുമായിട്ട് നമ്മൾ രംഗത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായ കർഷകരുമായിട്ടൊക്കെയുള്ള സംസാരിച്ചതിന് ശേഷമുള്ള വലിയൊരു കോൺക്ലേവ് നമ്മൾ വരുന്നുണ്ട്. ആ കോൺക്ലേവിൽ ഒരുപാട് വലിയ ആളുകളെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുന്ന സർക്കാരിന് ഒരു ദിശാസൂചികയായിട്ട് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയാലും വരുന്ന സർക്കാരിനോട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്: കർഷകർ നിലനിന്നാൽ മാത്രമേ കർഷക തൊഴിലാളികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. വൻകിട കർഷകരുമുണ്ട്, ചെറുകിട കർഷകരുണ്ട്, വളരെ അതിസാധാരണക്കാരായിട്ടുള്ള കർഷകരുണ്ട്. ഇവരെ എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് ഇനി വരുന്ന സർക്കാർ ഏതായാലും, ഇടത് സർക്കാരായാലും വലത് സർക്കാരായാലും, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഇടത് സർക്കാർ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയായാലും വരുന്ന സർക്കാരുകൾ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്.